പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ. അപ്പോൾ ക്യാമറ വാങ്ങിയിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ പുതിയൊരു ക്യാമറയിൽ വീട്ടിൽ നിന്ന് രണ്ടാമത്തെ വീഡിയോ ആരംഭിക്കുവാണ്. ആര്യൊക്കെ വലിയ കുട്ടിയായി കണ്ടില്ലല്ലോ, 30 ദിവസം കൊണ്ട് ആര്യ വലിയ കുട്ടിയായി. അപ്പോൾ പരീക്ഷയൊക്കെ അല്ലേ? ചായ കുടിച്ചിട്ടില്ലല്ലോ? എന്നാൽ ചായ കുടിക്കുക. ഞാൻ കുടിച്ചു. എന്നാൽ ശരി, ചായ കുടിച്ചോ. അപ്പോൾ നമ്മൾ ഓടാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങാന്ന് പറയുമ്പോഴേക്ക് എന്താ പറയുക, ഓട്ടം പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം വളരെ മോശമാണ്. പെരുന്നാളോട്ടം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ പെരുന്നാളോട്ടം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഉണ്ടായിരുന്നില്ലല്ലോ. പെരുന്നാളോട്ടമൊക്കെ നല്ല തകർത്തിയോടി നമ്മുടെ വണ്ടി ഇവിടെ ഇങ്ങനെ മൂടി കെട്ടിയിട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നമ്മുടെ പ്രൈവറ്റ് വണ്ടി ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ അതിൻ്റെ വുഡ് ഇന്നറിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് നിർത്തിയേക്കുവാണ്. പെയിൻ്റൊക്കെ അടിച്ച് ആൾ കുട്ടപ്പനാക്കിയിട്ടുണ്ട്. പഴയ പോലെ നല്ല ആളെ കാണാൻ നല്ല ഭംഗിയാണ്. വരട്ടെ, കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും വണ്ടി ഉണ്ട് അവിടെ. ആര്യ ചായ കുടി കാര്യങ്ങളൊക്കെ. ഇത് കണ്ടോ, ഇത് വല്ലാതെ ഇരുട്ട്. ഇപ്പോൾ ഇവിടെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, നമ്മൾ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ എന്നാലും ക്യാമറയിൽ നല്ല ക്ലിയർ ഉണ്ടാവും, നല്ല വെളിച്ചമുണ്ട്. ആര്യ എൻ്റെ ചായക്കടി അപ്പം, അതിലേക്ക് കട്ടൻ ചായ, പിന്നെ കറിയൊന്നുമില്ല, കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. സ്റ്റാൻഡിൽ പോയിട്ട് വെറുതെ തന്നെയാണ് മെയിനായിട്ടുള്ളത്. പക്ഷെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമുണ്ട്. പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, 1-2 ചില്ലറ പ്രശ്നം കൂടി ഉണ്ട് എന്നുള്ളത്. പ്രശ്നമല്ല അത്, പക്ഷേങ്കിൽ അതിൽ പ്രശ്നമായതാണ് എന്നുള്ളത്. അപ്പോൾ ചിന്നു രണ്ടാമത് പ്രഗ്നൻ്റ് ആണ്. ഈ ഒരു സന്തോഷ വാർത്ത നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ആണോ? ഒരു ദിവസം വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ ആരാ കമ്മല് ചേച്ചിക്ക് എന്താ പറ്റിയ, എന്തൊരു ഗൗരവം, എന്താ മുണ്ടാത്ത്, ഡിവോഴ്സ് ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഏതായാലും ഇപ്പം എത്ര 3, അതായത് 2 മാസം കഴിഞ്ഞ് 3 ആഴ്ചയൊക്കെ ആയില്ലേ? അങ്ങനെ ഇപ്പം 3 ആവണം. ഇത് നമ്മുടെ ക്യാമറ കംപ്ലൈൻ്റ് ആവുന്നതിന് മുമ്പേ നമുക്കറിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു 3 മാസം ആവാറേ. അപ്പോൾ ഞങ്ങൾ പറയാതിരുന്നത് വേറെ ഒന്നുമല്ല, ഫസ്റ്റ് ആര്യന് വയറ്റിലായിരുന്ന സമയത്ത് നമ്മൾ അഡ്മിറ്റ് കാര്യമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഓവറായിട്ട് ഛർദ്ദിക്കുള്ളൂ, ഓവർ ഛർദ്ദി. പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ നമ്മളുടെ പ്രധാന പരിപാടി. ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടുന്ന് ഛർദ്ദിക്കുള്ള ഇഞ്ചക്ഷൻ വെക്കുന്നു, ട്രിപ്പ് കയറ്റുന്നു, ഇതൊക്കെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഈ ആഴ്ചയിൽ തന്നെ ഒരു 4 ദിവസം മുന്നേ നമ്മൾ പോയി ട്രിപ്പ് കയറ്റി അല്ലേ? ഇപ്പോൾ ഇന്നലെ നിലമ്പൂർ ഹോസ്പിറ്റലിൽ പോയി, മിനിഞ്ഞാന്ന് നിലമ്പൂർ ഹോസ്പിറ്റലിൽ പോയി, അതായത് ജില്ലാ ഹോസ്പിറ്റലിൽ പോയി. അതിന് മുമ്പ് ഒരു 10 ദിവസം അഡ്മിറ്റായി. അപ്പോൾ ഞാൻ ഈ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി വരുമ്പോഴേക്ക് ആണ് ഈ അഡ്മിറ്റ് കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ പിന്നെ അഡ്മിറ്റായിട്ട് പിന്നെ നമുക്ക് ചിന്തിച്ചില്ല, കാരണം കയ്യിലുള്ള പൈസ ചിലവാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതായി അടുത്തൊരു പ്രശ്നം. പിന്നെ ക്യാമറ അടക്കട്ടെ, അഡ്മിറ്റൊക്കെ വിട്ടിട്ട് ഓക്കെ ചെയ്ത്. അഡ്മിറ്റ് ആരെങ്കിലും വിടണമില്ല. ഒരാഴ്ച കഴിഞ്ഞ് 10ാമത്തെ ദിവസമാണ് പോരുന്നത്. അത് പോന്ന് കഴിഞ്ഞിട്ട് പിന്നെ ക്യാമറ എടുക്കാതെ നേരെ പോയിട്ട് ക്യാമറ. പക്ഷേ എങ്കിൽ അപ്പോഴാണ് ഡോക്ടർമാർ പറഞ്ഞത് റിസൾട്ടുകൾ വീണ്ടും കാണിക്കണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് വീണ്ടും റിസൾട്ട് കാണിക്കേണ്ട ഭാഗമായിട്ട് എനിക്ക് തോന്നി അതും കൂടിയും കഴിഞ്ഞിട്ട് പോകാമെന്ന്. അപ്പോൾ ആ കാണിക്കൽ മിനിഞ്ഞാന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നലെ ഒന്ന് കാണിക്കേണ്ടായിരുന്നു, റിസൾട്ട് കാണിക്കാനായപ്പോഴേക്ക് ഡോക്ടർമാർ പോയി. അത് ഇന്നലെ കാണിച്ചു, ഓക്കെ ആണെന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഛർദിയൊന്നുമില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ക്ഷീണം അല്ലേ? നല്ല ക്ഷീണമാണ്. അരിയേറ്റു നല്ല ക്ഷീണമാണ്. അപ്പോൾ ക്ഷീണം ഉണ്ടാവും. എനിക്ക് ഫസ്റ്റത്തെ തന്നെ അറിയാമായിരുന്നു. ഫസ്റ്റ് ആര്യനെ വയറ്റിലായിരുന്ന സമയത്ത് ഏതാണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരെ പോയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇത് ജില്ലാ ഹോസ്പിറ്റലിൽ ഒതുങ്ങി. പിന്നെ ഞങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ ആയിട്ട്, അതായത് പ്രഗ്നൻ്റൊക്കെ ആയിട്ട് ഓവർ ഛർദി, ക്ഷീണം കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ട്രിപ്പ് കയറ്റണമെങ്കിൽ കയറ്റിത്തരും, ഇഞ്ചക്ഷൻ വേണമെങ്കിൽ ചെയ്തു തരും ഒക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇവിടെ വണ്ടൂർ സൗകര്യമാണ്. പക്ഷേങ്കിൽ നമ്മൾ കാണിക്കുന്ന ഡോക്ടർ നിലമ്പൂരുള്ളതാണ്. അപ്പോൾ നിലമ്പൂർ നമ്മൾ കാണിക്കുന്ന ഡോക്ടർ വർക്ക് ചെയ്യുന്നത് നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അഡ്മിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പറ്റുള്ളൂ. പക്ഷേ അവിടെ എല്ലാത്തിനും സുഖമാണല്ലേ? പഴയ പോലെ ഒന്നല്ല ഹോസ്പിറ്റൽ. ഞാൻ അവിടുത്തെ ആ ഒരു വ്ളോഗ് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അവിടുത്തെ ആ ഒരു ദിനചര്യ എങ്ങനെ പോകണമെന്നൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ ഇത് ക്യാമറ ഇല്ല എന്നുള്ളതാണ്. മൊബൈൽ ഷൂട്ട് ചെയ്യുമ്പോഴേക്ക് നടക്കണില്ല. അതല്ലാന്നാണ് ഞാൻ എന്നെ ഷൂട്ട് ചെയ്ത് തോന്നുന്നു. അപ്പോൾ ആര് ഇവിടെ ചായ കുടിക്കുന്നു, ചിന്നോടെ ഇരിക്കുന്നു. അപ്പോൾ അരിണിച്ച് കൊണ്ടാക്കണം സ്കൂൾക്ക്.
ഇത്രയും ദിവസം ഞാനായിരുന്നു കൊണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇന്ന് മുതൽ ആര്യനെ അമ്മ കൊണ്ടാക്കും കേട്ടോ. അപ്പോൾ ആര്യ ചോദിച്ചതിനോട് എന്താ ഇപ്പം അമ്മ കൊണ്ടാക്കാൻ വരാത്തത്? അപ്പോൾ ഇനി മുതൽ ഉണ്ടാക്കും. ഞാൻ എന്നാൽ നേരെ സ്റ്റാൻഡിലേക്ക് പോകണം. ഇപ്പോൾ സമയം 9 മണിയായി. സ്റ്റാൻഡിലേക്ക് എത്തിയിട്ട് നമുക്കിന്ന് നിലമ്പൂർ RTOയിൽ ചിലപ്പോൾ ഒന്ന് പോകേണ്ടി വരും. എൻ്റെ ആവശ്യമല്ല, വേറെ ആവശ്യമാണ്. എന്തൊക്കെയായാലും ഇന്നത്തെ ഒരു ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് ഒരു മൊത്തത്തിൽ 15 മിനിറ്റ് 20 മിനിറ്റിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത്. സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ കുറേ ഇല്ല കണ്ടിട്ട്. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താലും മറക്കരുത്. ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാൻ വൈകിയത് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഈ ഒരു അഡ്മിറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ ചൂടൊക്കെ മാറിയിട്ട് നമ്മളതിനൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് പറയാൻ എന്ന് കരുതിയിട്ടാണ്. അതാണ് ഓടെ കണ്ണും മോറൊക്കെ നിങ്ങൾക്ക് കുറച്ച് വലിയ മൈൻഡില്ലാത്ത മാതിരിയൊക്കെ തോന്നിയത് കേട്ടോ, വേറെ ഒന്നുമല്ല. ഛർദി എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കണത് ഛർദിക്കണം അല്ലേ? ഒരു സാധനം വയറ്റിൽ നിൽക്കില്ല. അപ്പോൾ പിന്നെ അതുമെന്ന് വേറെ എന്തെങ്കിലും അസുഖത്തിലേക്ക് പോകും. എന്നാൽ അതിനിപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത 3 ആഴ്ച കണ്ട് കാണിക്കാൻ വേണ്ടി പറഞ്ഞേക്കണ്. 30-ാം തീയതി ഗൈനക്കിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോഴേക്ക് സ്കാനിങ് എടുക്കണം. അങ്ങനെ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഫുള്ള് ബിസിയാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് യാത്ര പോകാൻ വേണ്ടി പറ്റാത്തത്. നമുക്ക് മാക്സിമം 10 ദിവസം, അതിനപ്പുറത്തേക്കൊന്നും നമുക്ക് വേറെ എവിടെയും പോയിട്ട് നിൽക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാവൽ നിർബന്ധമാണ്. ഞാൻ അല്ലാന്നാണെങ്കിൽ ഇവിടെ പിന്നെ ആരുമില്ല. നമ്മൾക്ക് ആരുമില്ല പറഞ്ഞാൽ വിളിച്ചാൽ അല്ലെങ്കിൽ ഒരു റൗണ്ട് കാര്യമില്ലല്ലോ. നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് അറിയാം, എന്നിട്ടും നമ്മൾ പോകാമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. പിന്നെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും 1 വർഷം ഇങ്ങനെ നമുക്ക് അടുത്ത വർഷമൊക്കെ നല്ല യാത്രയൊക്കെ പോകും. അതുവരെ നമുക്കിങ്ങനെ ചെറിയ ഫാമിലിയും വ്ളോഗും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് നീങ്ങാം. അതായത് വണ്ടീൻ്റെ പല കാര്യങ്ങളൊക്കെ ഊരി ഞാൻ വണ്ടീൻ്റെ സീറ്റ് കവർ ഒന്ന് മാറ്റി കേട്ടോ. സീറ്റ് കവർ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടത്തെ മാറ്റി. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇതുമൂലമാണ് നമ്മുടെ ക്യാമറ വെച്ചിരുന്നത് വെക്കൽ. ഇതൊക്കെ ഇത് കണ്ടെങ്കിൽ വള്ളികളൊക്കെ ഇതൊക്കെ നമ്മളുടെ മൈക്ക് വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിരുന്ന സാധനമായിരുന്നു. പക്ഷേങ്കിൽ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏതായാലും വണ്ടി സ്റ്റാർട്ടായി, നമ്മൾ പോവുകയാണ്. നമ്മളുടെ ക്യാമറ ആദ്യമായിട്ടാണ് നമ്മുടെ വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. കൊള്ളാം. ഓക്കെ, വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കാം. ഒരുപാട് ദിവസമായി അല്ലേ ഇങ്ങനത്തെ ഒരു വീഡിയോകൾ കണ്ടിട്ട്. എന്താണ് മറ്റേ ക്യാമറയും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. എന്തെങ്കിലും വ്യത്യാസം. വണ്ടിയിലേക്ക് എണ്ണ അടിക്കണം, ആദ്യത്തെ പരിപാടി അതായിരുന്നു. പക്ഷേ ഞാൻ വൈകിട്ടില്ല. ശരി, ഏതായാലും ഇനി സ്റ്റാൻഡിൽ പോവാം. സ്റ്റാൻഡിൽ പോയിട്ട് കുറച്ചു നേരം ഓടണം. ഓടിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ നിലമ്പൂർ RTO വരെ ഒന്ന് പോവേണ്ടി വരും. അവിടെ പോയിട്ട് പിന്നെ ഓടാം. ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടി. ഇപ്പൊ നമ്മുടെ മൈക്ക് വെച്ചിട്ടുണ്ട്, പക്ഷെ എന്താ പറയാ, ഒരു അലമ്പില്ല, നല്ല വൃത്തിക്ക് നിൽക്കുവാണ് അതൊക്കെ. അതുപോലെ തന്നെ ക്യാമറ ഇളക്കമല്ല, എല്ലാം കൊണ്ടൊരു എന്താ പറയാ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ക്യാമറ കേട്ടോ. കാരണം നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങളുടെ പാടമാണ്. ഈ പാടൊക്കെ നെല്ലൊക്കെ കൊയ്ത് തോട്ടിലെ മീനൊക്കെ ഇവിടെയൊക്കെ പിടിച്ച് മൊത്തത്തിൽ ആകെ ഉണങ്ങി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പക്ഷെ എന്നാലും പച്ചപ്പ പറ്റ നീങ്ങിന്നല്ല, പച്ചപ്പുണ്ട്. പക്ഷെ പഴയ ഒരു പച്ച അതില്ല, അത് കുറഞ്ഞു എന്താ. അപ്പോൾ ഈവനിങ് ഒക്കെ ഇവിടെ വന്നിരിക്കുമ്പോഴേക്ക് നല്ല കാറ്റ് കാര്യമൊക്കെയാണ്. എല്ലാവരും പാടത്തൊക്കെ ഇറങ്ങിയിട്ടാണ് ഇരിക്കല്. അതായത് പാടത്ത് ഇറങ്ങി ഇരിക്കുമ്പോഴേക്ക് നല്ല സുഖമാണ്. ഇപ്പൊ കുറച്ചുകൂടി വൈഡായിട്ട് നിൽക്കുന്നുണ്ട് ക്യാമറ അല്ലേ. ഇത്ര വൈഡ് വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കട്ടെ. ഞാൻ ഇത് ഫസ്റ്റത്തെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അറിയുള്ളൂ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണ്ട എന്നുള്ളതൊക്കെ. കപ്പ വേണമെങ്കിൽ നോക്കാം. അപ്പൊ തൽക്കാലം ഇങ്ങനെ പോട്ടെ. ടൗണിലേക്ക് ഇറങ്ങി. മലപ്പുറം ജില്ലയിൽ വണ്ടൂർ എന്ന് പറയുന്ന ടൗണാണത്. എൻ്റെ സ്ഥലം, എൻ്റെ നാട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് നമ്മളുടെ ഓട്ടോ സ്റ്റാൻഡിൽ അത്യാവശ്യത്തിലേറെ വണ്ടികളുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഞങ്ങളുടെ സ്റ്റാൻഡിൽ നിന്നും ബസ് ഇറങ്ങുന്ന സ്ഥലമൊക്കെയാണ്. നമ്മളിപ്പോൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നാലുകൂടെ ജംഗ്ഷനിലേക്കാണ്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നിലമ്പൂർ, നേരെ പോയി കഴിഞ്ഞാൽ മഞ്ചേരിയും, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പാണ്ടിക്കാട് പെരിന്തമണ്ണയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റാണ് പോകുന്നത്. നമ്മൾ ലെഫ്റ്റ് പോകാൻ കാരണം നമ്മുടെ ടൗണിൽ ഒരു പെട്രോൾ പമ്പാണുള്ളത്. ടൗണിനകത്തുള്ള പെട്രോൾ പമ്പിലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ ഓയിലാണ്. അവിടെ പോയിട്ട് നമ്മൾക്കൊരു 300 രൂപയുടെ ഡീസൽ അടിക്കാം എന്നാണ് കരുതുന്നത്.
300 റുപ്യക്ക്. അപ്പൊ ആ ഒരു ചടങ്ങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഓടിയാൽ മതി അല്ലേ? അപ്പോൾ ഓടാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ഓടാന്ന് പറഞ്ഞാൽ ഓട്ടം വളരെയധികം മോശമാണ്. ഇപ്പോൾ നമ്മൾ നോമ്പിന്റെ ഒരു ടൈം പറയുവാണെങ്കിൽ നോമ്പിനൊക്കെ നമ്മൾ ഇത്ര അങ്ങോട്ട് മോശപ്പെട്ട ഒരു ടൈം നമുക്ക് ഉണ്ടായിരുന്നില്ല. അതായത് ഈ നോമ്പ് പെരുന്നാൾ അങ്ങനത്തെ സീസണിൽ ഇത്രയും മോശപ്പെട്ട ഒരു സീസൺ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു സീസൺ ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞു പോയത്. അത്ര കണ്ട് മോശമായിരുന്നു. പെരുന്നാൾക്കും തന്നെ ഞാൻ കുറച്ച് ഫോൺ ട്രിപ്പ് കാര്യങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി ഉള്ളത് കൊണ്ടും പിന്നെ എനിക്ക് പെരുന്നാൾക്ക് എങ്ങനെ ഓടണം എന്നുള്ള ഒരു നേക്കും ഒരു ഐഡിയ എനിക്കുള്ളത് കൊണ്ടും ഞാൻ കുറച്ച് പൈസക്കൊക്കെ ഓടി. ഇല്ലാന്നാണെങ്കിൽ പെരുന്നാൾക്കും തന്നെ വളരെ മോശമായിരുന്നു ഇവിടുത്തെ ഇപ്രാവശ്യത്തെ സീസൺ എന്ന് പറയുന്നത്. ഒന്നിലാറ് എക്സാം, അതിൻ്റെ ഇടയിൽ കൂടെ യുദ്ധം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളില്ലേ. അപ്പൊ ഞാനിതിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് മെമ്മറി കാർഡ് ഇടണ്ട എന്നുള്ളത്. അപ്പോൾ മെമ്മറി കാർഡ് ഞാൻ ഇട്ടിട്ടില്ല. ഇതാണ് എൻ്റെ ഓട്ടോ സ്റ്റാൻഡ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇപ്പൊ ഒരു 10-13 വണ്ടിയൊക്കെ ഉണ്ടോന്നു. ഞാൻ 14ാമത്തെ വണ്ടി ആയിരിക്കാം. ഏതായാലും മെമ്മറി കാർഡ് ഇടാതെയാണ് ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ടൈം വരെ നമുക്ക് നൈസായിട്ട് വണ്ടികൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തി ഇൻഡിക്കേറ്റർ ഇട്ടിക്കണ്. ആ വരുന്ന കാരണം ചവിട്ടി തന്നിട്ടുണ്ട്. നൈസായിട്ട് സ്റ്റാൻഡിലേക്ക് കയറ്റാം. അത് നമ്മളെ ബാലേട്ടനൊക്കെ എന്നാ ക്ലിയറാ, ഇത്രയും തീർക്കും. അപ്പോൾ വണ്ടി തള്ളാനായാണ്. ബാലേട്ടൻ്റെ ബാക്കിലാണ് ഞാൻ. ഈ ഇങ്ങനെ തള്ളും നമ്മൾ, മനസ്സിലായല്ലേ? ഈ ഇങ്ങനെ തള്ളും. ഈ തള്ളിയിട്ട് എവിടെ വരെ എത്തും അറിയില്ല. ബാലേട്ടൻ ഫോൺ ട്രിപ്പ് വന്നോണ്ട് വേറാന്നൊക്കെ പറയുന്നുണ്ട്. വിളിച്ചാണ്. എന്നിട്ട് ഫസ്റ്റിലെ ട്രിപ്പ് തന്നെ കഴിഞ്ഞിട്ട് പോയി അല്ലേ? പൈസ കയറിയില്ല. അത് കയറി പോകും. ആരാണ്? അറിയുന്ന ആളല്ലേ? അത് കയറിക്കോളും. 30 അല്ലേ? ഇപ്പൊ അത് കയറിയിട്ടില്ലെങ്കിൽ നമ്മളത് മൈൻഡ് വെക്കാറൊന്നുമില്ല. നമ്മൾ ബാലേട്ടനോടെ ഡയലോഗ് അടിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്ത് ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സ്റ്റാഫ് വന്ന് കയറിയിട്ട് നമുക്കൊരു 30 രൂപ കഴിഞ്ഞിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇത് വേറെ ഒന്നും കരുതണ്ട കേട്ടോ. ഓരോ ഓട്ടോറിക്ഷക്കാരൻ രാവിലെ വരുമ്പോൾ ഇതൊക്കെ ഉള്ളൂ അവളുടെ കയ്യിലുണ്ടാകാം. ഇപ്പൊ നമ്മുടെ കയ്യിലൊരു 200 രൂപ മൊത്തം ഉണ്ടാവും. ഇപ്പൊ ഓടിയ 30 റുപ്യ. വേറെ ഒന്നുമില്ല. പ്രൈസിന്റെ ഒക്കെ കനം കുറഞ്ഞു. പ്രൈസിന് നമ്മൾ കനം കൂട്ടും. ഇതൊക്കെ പറയുമ്പോഴേക്ക് ദാരിദ്ര്യത്തൊക്കെ എടുക്കരുതട്ടാ. ഇതൊക്കെ ഓരോ ഓട്ടോക്കാരന്റെ കാര്യങ്ങളാണ് പറയുന്നത്, മനസ്സിലായില്ല? അപ്പൊ ഇതിനൊന്നും ദാരിദ്ര്യത്തൊക്കെ ആക്കരുത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മാതിരി പൈസ അങ്ങനെയൊക്കെ പൈസ നമ്മളിന്ന് കൊള്ളപ്പാക്കും, മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ ഏതാണ്ട് ഒരു 9:15 9:30 ആകുമ്പോൾ എത്തിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 10:23 കഴിഞ്ഞിട്ടും അപ്പം കിട്ടിയതാണ്. പിന്നെ ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ഇപ്പോൾ 3ാമത്തെ വണ്ടിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. 3ാമത്തെ ഗ്യാപ്പിലാണ്. ആളുകൾ വളരെയധികം കുറവാണ്. എന്താ പറയുക, അങ്ങനെയൊക്കെ ഒരു കഥ. മൈക്കില്ല. ഇപ്പം മൈക്കില്ലാതെ നമുക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. സൗണ്ട് ടൗണിലൊക്കെ വരുമ്പോൾ നോയ്സ് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. അതൊക്കെ നോക്കാമെന്നും കരുതി ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോഴേക്കേ അറിയുള്ളൂ. ചില്ലറല്ല. ഒരു 80 രൂപയുടെ ട്രിപ്പാണ് കേട്ടോ നമ്മൾ വന്നത്. നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പിലേക്ക് എത്തിയിട്ട് കിട്ടിയ ഒരു ട്രിപ്പാണത്. ഒരു 80 രൂപയുടെ ട്രിപ്പായിരുന്നു. അതായത് 4 കിലോമീറ്റർ തികയില്ല. ഞങ്ങളിവിടെ കറക്റ്റ് വാടകയാണ് വാങ്ങിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് 80 വരുന്നത്. 82 രൂപ വരുന്നുണ്ട്. 2 രൂപയൊന്നും ഇപ്പം നമുക്ക് അങ്ങനെ കണക്ക് പറഞ്ഞ് മേടിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. കോട്ടക്കുന്ന് പറയുന്ന സ്ഥലമാണ്. ഏതായാലും കൊള്ളാം, അത് കിട്ടി. എൻ്റെ കയ്യിലാണെങ്കിൽ 500 രൂപ ഒരു ഹോസ്റ്റ് തന്ന്. എൻ്റെ കയ്യിൽ 500 രൂപയ്ക്കൊന്നും ചില്ലറില്ല. ക്യാമറ ഉണ്ടായിക്കോട്ടല്ലേ? നമ്മളെ വണ്ടിയിൽ നിന്ന് നമ്മൾ അടുത്ത വലിയൊരു വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ യാത്ര നിലമ്പൂർ RT ഓഫീസിലേക്കാണ്. ഇത് നിസാമാക്ക വീഡിയോ ഉണ്ട്. ഇത് CNG. ഇത് ഏതാർന്ന് ഈ വണ്ടി? മാക്സിമ വൈഡ് അല്ലേ? എത്രങ്ങാനും വൈഡായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റണ അറിയോ? കടക്ക വേണമെങ്കിലേ ഒരാൾക്ക് കടന്ന് ഉരുണ്ട് പോവാം. ബാക്കിലും സ്പേസ്. മൈലേജ് നല്ല റോഡാണ് കിട്ടും. ഗിയർ ചേഞ്ചിങ് ഇല്ലെങ്കിൽ കിട്ടൂലേ? CNG ആണ്. 45 മൈലേജ് പറയണേ. ഞാൻ നിങ്ങൾ കാലുമക്കാലെ കയറ്റി മലയാളിമാരെ മാറി അതാ ഞാൻ കാക്കിയിടാൻ. അങ്ങനെ പോക്കുണ്ടായതുകൊണ്ടേ നമ്മൾ ബാക്കിലിരിക്കുക. അപ്പോൾ ഞാൻ വണ്ടി വിളിച്ച് പോണ മാതിരി ആകണം. ഈ കാണുന്ന ആൾക്കാരൊക്കെ എന്താ കേൾക്കണം? ഞാൻ വണ്ടി വിളിച്ച് പോണ പോലെയാണ്. രാജകീയമായ യാത്ര. അങ്ങനെയൊക്കെ ഞങ്ങൾ റൈറ്റ് തിരിഞ്ഞു. നിലമ്പൂരിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. എല്ലാം ശ്രദ്ധിക്കപ്പെട്ട ഇതിനാണെങ്കിൽ ഒരു ലോറിക്കുള്ള സ്ഥലം വേണേനും. വലിയ വണ്ടിയല്ലേ, സ്ഥലം വേണം. അതെ,
ചങ്ങായിമാരെ അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വടപുറമാണ്. വടപുറ പാലമാണ് അത് കേട്ടോ. ഞങ്ങളുടെ പഴയ പാലം, ഞങ്ങളുടെ പുതിയ പാലം. ചാലിയാറിൻ്റെ വലിയ കൈവരിയാണ്, ഏറ്റവും വലിയ കൈവരിയാണ്. അവിടെ ഒരു പുഴയും കൂടി ഇങ്ങനെ ഫോറസ്റ്റ് കൂടെ വന്ന് ചേരുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് യഥാർത്ഥ ചാലിയാറിലേക്ക് പോയി ജോയിൻ്റ് ആവണം. പിന്നെ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ചെക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇതിലേക്ക്. ഇവിടെയൊക്കെ സ്ക്വാഡ് ഇരിക്കാറുണ്ട്. ഈ ഇട്ടിട്ടുള്ള പന്തൽ സ്ക്വാഡിന് ഇരിക്കാനുള്ളതാണ്. പിന്നെ ഈ ഒരു ഏരിയക്കോട് കയറി കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഫീലാണ്. അതായത് ഇവിടുത്തെ കച്ചവടങ്ങൾ കാര്യങ്ങളാണെങ്കിലും ഒരു ഫോറസ്റ്റ് കൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു മൈൻഡ് നമുക്ക് പെട്ടെന്ന് കയറി വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഇല കൊഴിയുന്ന സമയമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക തണൽ കുറവേ ഉള്ളൂ. ഇല്ലാന്നാണെങ്കിൽ നല്ല പച്ചയായിട്ടൊക്കെ മുന്നിലേക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ ചീപ്പ് റേറ്റിനാണ് നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങിക്കാറ്. അതൊക്കെ നമ്മൾ ഈ ഒരു കനോലി പ്ലോട്ടിൻ്റെ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഈ പറയുന്ന കടകളിൽ നിന്നാണ് വാങ്ങൽ. ഇവിടെ നിന്നാണ് നമ്മളുടെ സൈസ് നോക്കി ഒരു ടീഷർട്ടിന് 200 രൂപയാണ് ഇവിടെ റേറ്റ് വരിക. അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കൽ കേട്ടോ, യാത്രയ്ക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ പണി കഴിഞ്ഞു. ഞങ്ങളുടെ പേപ്പറാണ് ഈ മടക്കുന്നത്. ഈ ഒരു പേപ്പർ വാങ്ങാനാ വന്നത്. നിമിഷ നേരം കൊണ്ട് തീർന്നല്ലേ. ഇതെന്താ സംഭവം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അതിൽ പഴയ വണ്ടി, ഈ വണ്ടി എടുക്കുന്നതിൻ്റെ മുമ്പത്തെ വണ്ടിയല്ലേ പക്ഷേ ആ വണ്ടി അദ്ദേഹം പൊളിക്കാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു. അതായത് സ്ക്രാപ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ക്രാപ്പ് ചെയ്ത് പേപ്പർ ക്യാൻസലാക്കി എല്ലാം ചെയ്തു. പക്ഷേങ്കിൽ അതുമ്പോൾ ക്ഷേമേത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഇപ്പോഴും വണ്ടി നിലവിൽ ഉണ്ട് അല്ലേ. അതായത് ക്ഷേമതിയും ആർ ടിയും തമ്മിൽ യാതൊരു ബന്ധമില്ല. അല്ലാന്നാണെങ്കിലും അവർക്ക് മനസ്സിലാവുമല്ലോ ഓല സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഓല ഇതിൽ നോക്കുമ്പോൾ ഫയൽ നോക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ക്യാൻസലാണ്. അപ്പോൾ പിന്നെ അതോടെ ക്യാൻസൽ ആകേണ്ടതാണ്. പക്ഷേങ്കിൽ അവിടെ ചെല്ലുമ്പോഴേക്ക് ഇത് നിലവിൽ വണ്ടി ഉണ്ട്, ഇത് ക്യാൻസലാക്കിയതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് വാങ്ങാം. അപ്പോൾ അത് ഇവിടുന്ന് വാങ്ങി ഇനിയിപ്പോൾ അത് കൊണ്ട് കൊടുത്ത ചോറ തീർന്നു അല്ലേ. ഇപ്പോൾ ടെൻഷൻ ഫ്രീ ആയി. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ക്ഷേമതി എന്ന് പറയണ സംഭവം അല്ലാത്തൊരു അടിച്ചേൽപ്പിക്കലായിപ്പോയി അല്ല നേതാവേ. പെരുഞ്ചോറ അടിച്ചേൽപ്പിക്കുന്നവര് അല്ലേ. കാരണം നമ്മളെ വണ്ടിക്കാണെങ്കിലും ഇതിൽ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിലും ഡ്രൈവർക്കാണെങ്കിലും ഇൻഷൂർ പരിരക്ഷ നിലവിലുണ്ട്. അത് നമ്മളെ എടുക്കാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. പിന്നെ അതിന്റെ പുറമെ ഇതിന്റെ ആവശ്യമില്ല. കാരണം ഇത് ആ വ്യക്തിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ചേർന്നോട്ടെ. അതെ ചേർന്നോട്ടെ. ഇത് ഒരു എന്താ പറയാ ഒരു കരുതലാണല്ലോ. അത് അവനവന് ആവശ്യം ഉണ്ടെങ്കിൽ മതി. പക്ഷെ ഇതൊരു നിർബന്ധിക്കല. അനക്കുമാണ് നിർബന്ധം. ഞങ്ങൾ പറയണ പോലെ ഇൻഷൂർ നിങ്ങൾ പറയണം ഓക്കെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ ഇതൊന്നും അങ്ങനെ വേണ്ടില്ലായിരുന്നു. അപ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ട്. ഓരോ ഡ്രൈവർമാർ എന്തോരം ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോൾ അത് പഴയ വണ്ടികളൊക്കെ പേപ്പർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പാടാണ്. എന്നിട്ട് പല ആളുകളും ഇപ്പോൾ അത് പൊളിക്കണമെങ്കിൽ വരെ ഈ സംഭവം ക്ലിയർ ആക്കിയിട്ട് പൊളിക്കാൻ വരെ പറ്റുള്ളൂ. അത്ര കണ്ട് ബുദ്ധിമുട്ടാണ്. വണ്ടി പൊളിക്കണമെങ്കിൽ വരെ RC ക്യാൻസലാക്കണമെങ്കിൽ വരെ അതുവരെ ഉള്ള ഇത് അടക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എന്താ ചെയ്യുക, ആയിരങ്ങളാണ് ഓരോരുത്തർക്ക്. 16,000 12,000 ആയിരങ്ങൾ. ഇനിയിപ്പോൾ എനിക്കും ഉണ്ടാക്കണം. ഞാൻ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് നിർബന്ധമില്ലായിരുന്നു. ഇനിയിപ്പോൾ ടാക്സ് അടക്കണമെങ്കിലും ബ്രേക്ക് എടുക്കണമെങ്കിലും വേണം. മറ്റേ ടാക്സ് അടക്കാൻ മാത്രം കൊണ്ടുവന്നു. ഇപ്പോൾ ബ്രേക്ക് എടുക്കാനും നിർബന്ധമാക്കിയില്ലേ. എന്താ CNG അടിച്ചാൽ കൊടുക്കാം. ഇവിടെ നമ്മളെ കുറ്റിയില്ലേ 90 അതല്ല എൻ്റെ റേറ്റ് 90-79. 1 കിലോന് 90-79 അല്ലേ. ഒരു കിലോ ഗ്യാസിന് 90-79. പ്രഷർ എങ്ങനെ അറിയാം? അതാവുമല്ല അപ്പുറത്തേടാ വേണ്ട അങ്ങനെ കാണണ്ട. പ്രഷർ വേണം അല്ലേ. 200 ഫുള്ള് കയറുള്ളൂ. അല്ലെങ്കിൽ കുറ്റിയപ്പോൾ ഫുള്ളാവില്ല. അത് മൈലേജിന് ഷോർട്ട് വരും. ആണല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു കുറവുണ്ടാവും. മണക്കുണ്ട് കേട്ടോ സംഭവം. ചെറിയൊരു ഇതിൻ്റെ ഏറ്റവും വലിയ ചൊറതാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കണം. യാത്രക്കാരായാലും മുതലാളിയായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങണം. പിന്നെ ഞങ്ങളെ മാതിരി 100 റുപ്യക്കൊന്നും അടിച്ചാൽ പറ്റില്ല അല്ലേ. അടിക്കണി ഫുള്ള് അങ്ങനെ ആയോ അപ്പോൾ. അങ്ങനെ ആയോ വാടാ. ഓക്കെ കഴിഞ്ഞു ഫുള്ളായി. അതുകൊണ്ടാണ് പ്രഷർ ഉണ്ടെങ്കിൽ അത്ര കയറി പിടിക്കൂട്ടാ. ഇല്ലെങ്കിൽ എത്ര കയറി പിടിക്കില്ല ചിലപ്പോൾ. ഏതായാലും കൊള്ളാല്ലേ. ഫുട്പാത്തൊന്നല്ല, പാർക്കിംഗ് ആണ്. അതായത് ഞങ്ങൾ ഓരോ വെള്ളം കുടിക്കാതെ കാട്ടിലെത്തിയേക്കാണ്. കാടാണ്. വാവ്. ഓക്കെ. നിലമ്പൂർ ഫോറസ്റ്റ് കേട്ടിട്ടില്ലേ? നിലമ്പൂർത്തേക്ക് കാണണം നിങ്ങൾക്ക്. ഇവിടെ അല്ലേ ലേസിനൊക്കെ ഉണ്ട്. അപ്പോൾ 2 കരിമ്പ് ജ്യൂസ് കുടിക്കാം. അടിപൊളിയായിരിക്കും. ചുണ്ടുമ്പോൾ വെച്ചാൽ നിർത്തരുത്. വലിച്ചങ്ങനെ കുടിക്കണം.
ഒരു പാലക്കാട് കോഴിക്കോടാണ്. ചങ്ങേമാരെ നിലമ്പൂരിൽ നിന്ന് വന്ന് വണ്ടൂർ എത്തിയിട്ട് ഞാനൊരു ലോക്കൽ എടുത്തു. നാട്ടിലേക്ക് തന്നെ ആയിരുന്നു. ഈ സീന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ നാടിൻ്റെ ഭംഗിയാണ് ഈ കാണുന്നത്. സ്റ്റാൻഡും ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സമയം 12:36. അതായത് നമ്മളിപ്പോൾ നിലമ്പൂരൊക്കെ പോയി വന്നതല്ലേ, നമുക്ക് ഒരുപാട് സമയമൊക്കെ ഇതിനൊക്കെ ചിലവാണ്. പക്ഷേങ്കിൽ എന്നെ ഒരാൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ച് കഴിഞ്ഞാൽ നോ പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ മാക്സിമം പോയി കൊടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ആരിലൊക്കെ വിളിക്കാറുണ്ട്. പരമാവധി ഞാൻ ആരും വിളിക്കാറില്ല. എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾക്ക് ഒറ്റയ്ക്ക് കൊണ്ടാണ് ഇഷ്ടം. പക്ഷെ എന്നാലും എനിക്ക് ഒരാളെ കൂടെ കൂട്ടിയേ പറ്റുമെന്നാണെങ്കിൽ അങ്ങനെ കൂട്ടും. അങ്ങനെ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ച വരെയുള്ള ഓട്ടം, ഒരു 1:30 വരെ ഓടണം. അതിൻ്റെ മക്കളെ 1 മണിക്ക് 8 മിനിറ്റ്. ഞാൻ നാട്ടിൽ തന്നെ ലോക്കൽ കിട്ടി. അപ്പോൾ പിന്നെ വീട്ടിൽ കയറാമെന്ന് കരുതി. വീട്ടിൽ കയറാമെന്ന് വെച്ചാൽ എഡിറ്റിങ് നമ്മൾ ചെയ്യണ്ടേ, എഡിറ്റ് ചെയ്യണമല്ലോ. ഇത് വിഷ്വലൊക്കെ കാണുമ്പോൾ അല്ലേ ഒരു വല്ലാത്തൊരു ഫീൽ കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. ചൂട് എഴുതിയിട്ട് അങ്ങാടിയിൽ ഈ ഒരു 1 മണി to 3 മണി വരെയുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, നിൽക്കാതൊക്കെയാണ്. അപ്പോൾ പിന്നെ ആ ഗ്യാപ്പിൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാന്ന് കരുതി. വീട്ടിൽ തീറ്റ തന്നെ പോണേ. ഇതെന്താ മീൻ വാങ്ങിയെന്ന്? മീൻ വാങ്ങി. ആര്യനെ കൊണ്ടിട്ടുണ്ടേ. അത് ഞാൻ ലാപ്ടോപ്പ് എടുത്തിട്ടാണ് കുറച്ച് ദിവസമായി. ലാപ്ടോപ്പ് അൽമാരയുടെ മുകളിലുണ്ട്. ലാപ്ടോപ്പ് എടുക്കുന്നു, വീഡിയോ കോപ്പി ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങി. ഞാനത് തുടങ്ങും കേട്ടോ. ചോറിനാണ് നല്ല മീൻ കറി ഉണ്ട്, മീൻ വറുത്തുകൊണ്ട് പൊരിച്ചുണ്ട്. സമയം 4 മണി. എഡിറ്റിങ് കഴിഞ്ഞപ്പോഴേക്ക് എത്ര നേരമായി. കാരണം എന്താ സംഭവം ചോദിച്ചാൽ, ഇത് നമ്മളെ ഗോപ്രോൻ്റെ വീഡിയോ ഇതിൽ നല്ല സപ്പോർട്ടാണ്. പക്ഷേ ഇതിലത്തെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ വളരെ കുറവ്. സ്കൂളിൽ പരിപാടി ഉണ്ടല്ലേ. എന്താ ഡാൻസ്? ഒപ്പനെ പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചു കഴിഞ്ഞിട്ട് വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെയെങ്കിൽ 4:30 സ്റ്റാൻഡിൽ കയറിയിട്ടുണ്ട്. ഏറ്റവും ബാക്കിൽ, ഒരുപാട് ബാക്കിലാണ് വണ്ടി ഉള്ളത്. വണ്ടി തീരെ അനങ്ങുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കയ്യെ കണ്ട നല്ല രസമുണ്ടല്ലേ. ഈ നേരത്തെ ചൂട് കുറവാട്ടോ. ഉച്ചയ്ക്ക് ശേഷം നമ്മളുടെ ആദ്യത്തെ ട്രിപ്പ് അത് എൻ്റെ നാട്ടിലേക്ക് തന്നെ ആയിരുന്നു കേട്ടോ. എൻ്റെ നാട്ടിലേക്ക് തന്നെ 30 രൂപ പോയിന്റിലേക്കായിരുന്നു വന്നിരുന്നത്. ചെങ്ങൈമാരെ സമയം 6:40. ഫസ്റ്റ് ഗ്യാപ്പിൽ ഇങ്ങനെ ഇരിക്കുവാണ്. എന്താ പറയാ, ഒരു 1-2 ലോക്കലും കൂടിയൊക്കെ നമ്മൾ പോയിട്ടാ. 1-2 ലോക്കലൊക്കെ പോയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. കുറച്ച് നേരത്തെ സൈഡാക്കാം. ഒരു സിനിമ കാണാണ്ട്, ദുരന്തർ. മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് ദുരന്തർ 1. അവിടുന്ന് ടീം വിളിക്കുന്നുണ്ട്, പോയൊക്കെ. അപ്പൊ ദുരന്തർ 2 കണ്ടു. അപ്പൊ 1 കാണണം. അപ്പോഴേക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്ക് ഒരു ലോക്കൽ കിട്ടിയതാണ് 50 രൂപ പോയിന്റിലേക്ക്. അതായത് ചിന്നു വോയിസ് കിട്ടണ്, കേട്ടോക്കിയാലോ. പച്ചക്കറി, വെളിച്ചെണ്ണയും ജാമും പിന്നെ ഒരു കിലോന്റെ കോൺട്രീറ്റോ വേണം പറഞ്ഞ പുത്രനെ വാങ്ങിക്കൊടുക്കാം. പച്ചക്കറി, വെളിച്ചെണ്ണ, ജാമ് 123 രൂപയുടെ സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പച്ചക്കറി ആയിട്ട് ചില്ലറ ഉള്ളൂ, അല്ലാവുന്നില്ല. പച്ചക്കറി നമ്മൾ അധികം കൊണ്ടുവെക്കാറില്ല. ആവശ്യാനുസരണം നമ്മൾ ടൗണിൻ്റെ ഇത്ര അടുത്തായതുകൊണ്ട് തന്നെ ആവശ്യാനുസരണം അങ്ങനെ വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പൊ ഇനി നമുക്ക് കിട്ടേണ്ടത് ഒരു ജാം ഇടണം. ആര്യമോളൻ എന്നോട് പറഞ്ഞത്. പിന്നെ അതിനുള്ളല്ലോ പലർക്കായിട്ട് വെളിച്ചെണ്ണ. അതായത് ഞാൻ കുറച്ച് ദിവസമായിട്ട് കരുതുന്ന സംഭവമാണ് മുടി വെട്ടണം എന്നുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ സ്വന്തം അമ്മി. ഫോൺ വിളിച്ചെടുത്തുകൂടാ എനിക്ക് മറ്റൊരു കോളും. അപ്പോൾ നമ്മുടെ കോലൊന്നും മൊത്തത്തിൽ മാറ്റണം. സൈഡൊക്കെ മുടി നല്ല രീതിയിൽ വളരണം ഇടയ്ക്ക്. പിന്നെ ഈ ഹൈറ്റ് ഒന്ന് കുറക്കണം. അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട്. നല്ല കൂളർ കാറ്റ്, അടിപൊളി. അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാണ് അമ്മീൻ്റെ കല. എന്നാ ഈ ചേക്കനെ വേഗം പറ്റിക്കാം. ഞങ്ങൾക്ക് ഇതിൽ വേറെ ഇടണോ? വേണ്ടേ? അപ്പൊ നമ്മള് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഇരിക്കുക. കുറച്ച് നമ്മളെ വീഡിയോ ഇപ്പൊ പ്രേക്ഷകർ കുറച്ച് ആൾക്കാർ കമ്മിയായിരിക്കും. ഇവനെ പോലത്തെ കുറെ ആൾക്കാർ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് പോകുന്നത്. ഇത് പറയേ. അപ്പോൾ പുതിയ ക്യാമറ വാങ്ങിയാൽ കാണിച്ചു കൊടുക്കും. നമ്മളെ സ്ഥിരം പ്രേക്ഷകനാണ്.
എവിടെ ഇവിടെ തന്നെ വെച്ചാ അവിടെ എവിടെ റിയാദില് ഹൗസ് ഡ്രൈവറായിട്ട് റിയാദില് ഓൺ ഡ്രൈവറാണ്. ഓൻ അവിടെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. നമ്മളെ സ്ഥിരം പ്രേക്ഷകനാണ്. പക്ഷെ ഇപ്പൊ നാട്ടിലായിട്ട് ഓൻ കുറച്ച് കുഴപ്പമുണ്ട്. കുറച്ച് തടി കൂടിയത് ഓൻ ഓട്ടോ ഡ്രൈവറാണ്. അവനിപ്പോ ഓട്ടോറിക്ഷ കൊണ്ടുണ്ട്, ലൈനിലുണ്ട്. ഓടിയെന്ന് ഒരു നേരം പോക്കില്ലേ. ഇതൊക്കെയാണ് നമ്മളെ വെട്ട് ഉണ്ടല്ല. ഇങ്ങനായിട്ട് വെട്ടിയിട്ട് ഇങ്ങനെ ഇടാക്കും. എന്നാ പോട്ടെ ഞാന്. പിന്നെ ജാമോ ജാമു ആണെന്ന് നിർബന്ധ എന്താണ് നോക്കട്ടെ കൊണ്ട് നിൽക്കണോന്ന് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു ജാമാണും പോലെ വേണ്ടത്. ഇതിലുണ്ടോക്ക് ഇത് രാവിലേക്കല്ലേ? ആ രാവിലേക്കാണ്. ഉണ്ടോ? ആ പച്ചക്കറി ഞാൻ പിന്നെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്ന് നമ്മൾ ഓടിയത് വെറും 350 രൂപയ്ക്ക്. വെറും എന്ന് പറയണ്ട, 350 റുപ്യക്കെങ്കിലും ഓടില്ല അല്ലേ? കുഴപ്പമില്ല, നാളെ ഉഷാറാക്കാം. എന്ത് ജാമോ? അങ്ങനെ അത് അമ്മച്ചിക്ക് വേണ്ട. അമ്മച്ചിക്ക് വേണ്ട, അമ്മച്ചി ഛർദിച്ചല്ലേ. അപ്പോൾ അതൊന്നും പറ്റൂല. അപ്പോൾ വള്ളയോ ഒന്നും വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അമ്മക്കില്ല. അപ്പോൾ അമ്മ പോക്ക് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഛർദിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ട് ആക്കുമ്പോൾ നമുക്ക് ജ്യൂസൊക്കെ പുറത്തുനിന്ന് കുടിക്കാം. മറ്റെന്താ വെച്ചാൽ പണി കിട്ടും. അങ്ങനെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ വെച്ച് പൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നാളെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് തുടരും. കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായിട്ട് ഇതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. വ്യത്യസ്തമായിട്ടൊക്കെ വരും. എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലോ. അങ്ങനെ ആക്കൂലേ? ഓക്കെ.